ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമും ഈ രാഘവനും കുഴപ്പമായി തോന്നുന്നത്. അവസരം കുപ്പി തട്ടിയത് 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ബസ്സിനകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഈ സ്റ്റെപ്പിനിയുടെ പണി എനിക്ക് അത്ര അറിയത്തില്ല. എനിക്ക് സ്റ്റെപ്പിനിയുടെ പണി മാത്രമേ അറിയൂ. ഞാൻ പഠിപ്പിക്കാം. ചില സമയത്ത് കുണുമോളുടെ ബാക്കിൽ ആരെങ്കിലും വന്നു ഉടനെ നീ ബസ്സിൽ ജാക്കി വെക്കുന്ന പോലെ എന്നെ വെക്കാൻ വന്നേക്കുവാണ് എന്നുള്ള ഫീലാണ്. എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. കാരണം കുണുമോൾ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, കുല സ്ത്രീയാണ്, അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയാ ഒരു ഉത്തമ സ്ത്രീയാണ്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. പക്ഷെ ചില സമയത്ത് കുണുമോൾക്ക് അതൊന്നും ഒരു പ്രശ്നം, ഇതൊക്കെ ഒരു ഫണ്ണ് മാത്രമാണ്. അയ്യോ സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ബസ്സിനകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ കള്ളത്തരാണ് പറയണേ. നമ്മൾ കുനിഞ്ഞു നിന്ന ആസനത്തിൽ വരെ പടക്കം വെച്ച് പൊട്ടിക്കുന്നതിനോ. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള അവാർഡ് തരുവാണെങ്കിൽ അത് കുണുമോൾക്കേ തരാനുള്ളത്. ഫുൾ മാർക്കാ, അതിൽ നിനക്ക് അഭിമാനിക്കാൻ. തൽക്കാലം ഇത്രയും മതി.